നമസ്കാരം സാറേ. ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ ഡിഫ്യൂസർ വഴി ഉള്ള ഡിസൈൻ അല്ലാതെ ഈ ഇൻഡോർ യൂണിറ്റിൽ ഇരുന്ന് സപ്ലൈ ഗ്രില്ല്, അതായത് സൈഡിലുള്ള ഡിഫ്യൂസർ അല്ലാതെ ഗ്രില്ല് വഴി ഒരു സപ്ലൈ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിച്ചായിരുന്നു. അതിന് ഒത്തിരി പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്. അല്ലെങ്കിൽ അവിടെ നമ്മുടെ കാൽക്കുലേഷനകത്ത് പലതും കറക്റ്റായിട്ട് വരുന്നില്ല. ആ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും പിന്നീട് നമ്മൾ ഡിഫ്യൂസറിലോട്ട് പോകാനുള്ള കാരണവും, ഈ രണ്ട് കാര്യം വളരെ സ്പീഡിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഇതിൻ്റെ ലേഔട്ട് ഞാൻ അയച്ചു തരുന്നുണ്ട്. അതിന് മുമ്പേ ജസ്റ്റ് ഒരു കാര്യം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. ഈ സ്പേസ് ആണ് നമ്മുടെ ഇൻഡോർ യൂണിറ്റ് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ സ്പേസ് എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ വാഷ് ഏരിയ ആയിട്ട് ഉള്ള സ്ഥലമാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗം ഇപ്പോഴത്തെ കോൺഫറൻസ് അല്ലെങ്കിൽ കഴിക്കുന്ന സ്ഥലമാണ്. പുതിയ പ്ലാൻ അനുസരിച്ച് കോൺഫറൻസ് ഹാളാണ്. മെഷീന് നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് പുതിയ ഡിസൈൻ അനുസരിച്ച് ടോട്ടൽ ഹൈറ്റ് 6 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 20 ഫീറ്റിന് അടുത്ത് വരുന്നുണ്ട്. ഫോൾസ് റൂഫിൻ്റെ താഴ്വശമാണ്. അതിൻ്റെ മേളിലോട്ട് ഒരു ട്രസ്സിൻ്റെ ഹൈറ്റും കൂടെ ഉണ്ട്. ഫോൾസ് റൂഫിൽ ഇരുന്ന് താഴോട്ട് 6 മീറ്റർ വരുന്നുണ്ട്. അപ്പം ഏതാണ്ട് 20 ഫീറ്റ്. ഇപ്പം നിലവിലെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 9 അടിയാണ്. 9 അടിയാണ് ഈ ഹൈറ്റ്. അപ്പം ഈ 9 അടിയിൽ ഇരുന്ന് താഴോട്ട് മെഷീൻ നമ്മൾ ഒരു GI സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിൽ ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ മെഷീൻ ഒരു 8 അടിയിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ മെഷീൻ്റെ മൗത്ത് വന്നിട്ട് ഒരു 8 ഫീറ്റിൽ നിൽക്കുന്നു. ഈ 8 ഫീറ്റിൽ ഇരുന്ന് പുറത്തോട്ട് 8 ഫീറ്റിൽ ഇരുന്നായിരിക്കും ഒരു 8 ഫീറ്റിൽ ഇരുന്നായിരിക്കും ഈ മെഷീൻ്റെ മൗത്ത് തുടങ്ങുന്നതും. ഈ 8 ഫീറ്റിൽ ഇരുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ഈ ഭിത്തിയുടെ പുറത്തോട്ട് സ്ട്രെയിറ്റ് പോവുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. അപ്പം ഈ 20 ഫീറ്റിനകത്ത് ബാക്കി മേളിൽ ഏകദേശം 12 അടിയോളം എയർ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഈ മെഷീൻ്റെ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിരുന്ന് മാത്രമേ ഉള്ളൂ. ഈ സൈഡിൽ ഇരുന്നുള്ള ത്രോയേ ഉള്ളൂ. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ മെഷീൻ വെക്കാൻ വീണ്ടും സ്ഥലം കണ്ടെത്തണം. മേളിൽ ഏതാണ്ട് 12 ഫീറ്റിൻ്റെ ഹൈറ്റ് ഗ്യാപ്പ് ഉണ്ട്, എയർ സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ കൂളിങ്ങും ഇതിൻ്റെയൊക്കെ ഒരു ഡൗട്ട് വീണ്ടും വന്നു നമുക്ക്. അതുകൊണ്ട് തന്നെ ആ മെഷീന് എത്ര പെർഫോം ചെയ്യുമെന്നുള്ളത് ഒരു ഡൗട്ട്ഫുൾ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ മെഷീന് താഴെ പ്ലേസ് ചെയ്തിട്ട് സൈഡിൽ കൂടെ ഗ്രില്ല് കൊടുത്ത് ആ ഒരു പ്ലാന് വേണ്ടെന്ന് വെച്ചത്. എന്നിട്ട് വീണ്ടും മെഷീനെ മേളിൽ പൊക്കി ഡിഫ്യൂസർ മോഡിലോട്ടാക്കി. ഡിഫ്യൂസർ മോഡിലാക്കിയപ്പം ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് 11 ടണ്ണിൻ്റെ ഫിക്സഡ് സ്പീഡ് മോഡലാണ്. കാരണം CFM കൂടുതൽ വേണം, അതുകൊണ്ട് തന്നെ ഫിക്സഡ് സ്പീഡിലോട്ട് വന്നു. 11 ടണ്ണിൻ്റെ 2 മെഷീനാണ്, 22 ടണ്ണ്. അപ്പം നേരത്തെ നമ്മൾ ഈ ഓഡിറ്റോറിയത്തിലേക്കും അതേപോലെ തന്നെ ഈ കോൺഫറൻസ് ഏരിയയിലേക്കും കൂടെ ചേർന്ന് നമ്മൾ 3 മെഷീൻ എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത്. ഇപ്പം ഇത് 2 മെഷീൻ എന്നുള്ള രീതിയിലോട്ടായി. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ മെഷീന് 11 ടണ്ണിൻ്റെ മെഷീന്, ഇത് മെയിൻ ബ്രാഞ്ച്, അത് കഴിഞ്ഞ് സപ്ലൈ ബ്രാഞ്ച്. ഈ മെഷീൻ വരുമ്പം ഈ മെഷീന് 2 ആക്ടിവേറ്റർ ഉണ്ട്, മോട്ടറൈസ്ഡ് ആക്ടിവേറ്റർ ഉണ്ട്, MVCD ഉണ്ട്. ഈ ഒരു 11 ടണ്ണിൻ ഇതൊരു 11 ടണ്ണിൻ മെഷീൻ പൂർണ്ണമായിട്ടും ഈ ഏരിയ കവർ ചെയ്യും. അതല്ലാതെ ഈ മെഷീന് ഇങ്ങോട്ട് സപ്ലൈ ചെയ്യും, ഇങ്ങോട്ടും സപ്ലൈ ചെയ്യും. ഈ കോൺഫറൻസ് ഏരിയയിലെ സപ്ലൈ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡാംബർ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യാം. ഈ ഡാംബർ ഉപയോഗിച്ച് ഇങ്ങോട്ട് മാത്രം സപ്ലൈ ആക്കാം. കോൺഫറൻസ് റൂമിലേക്ക് മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഈ ഡാംബർ ക്ലോസ് ചെയ്തിട്ട് ഈ ഡാംബർ ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഈ 11 ഒരു മെഷീന് ഈ 2 ഏരിയയ്ക്കും നമുക്ക് സപ്ലൈ കൊടുക്കാൻ പറ്റും. അതൊന്ന്. രണ്ടാമത്, ഈ ഡിഫ്യൂസർ മെഷീൻ ഇരിക്കുന്നത് ഏറ്റവും ടോപ്പിലായതുകൊണ്ട് ഇത് മെഷീൻ ഇങ്ങനെ ഏറ്റവും ടോപ്പിലാണ് പോകുന്നത്, അതായത് സീലിങ്ങിൻ്റെ മേളിലാണ് പോകുന്നത്. ഇത് സീലിങ്ങിൻ്റെ മേളിൽ കൊണ്ടുവരുന്നത് എങ്ങനെ എന്നുള്ളത് നമ്മൾ ഡിസ്കഷനിലൂടെ തന്നെ തീരുമാനം ഉണ്ടാക്കണം. പക്ഷെ ഇങ്ങനെ വന്നാലുള്ള അഡ്വാൻറ്റേജ്, ഇത്
പ്രോപ്പറായിട്ട് ഈ ഏരിയ ഫുള്ള് കവർ ചെയ്യും. ഹോട്ട് എയർ കറക്റ്റായിട്ട് ഇത് റിട്ടേൺ എടുക്കും. ആ റിട്ടേൺ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മേളിൽ തന്നെ ഇങ്ങനെ കണ്ടോ, ഇത് റിട്ടേൺ എയർ ഗ്രില്ലിനാണ് കൊടുത്തിരിക്കുന്നത്, റിട്ടേൺ ഇതിനു വേണ്ടി. അപ്പം മെഷീന് കറക്റ്റായിട്ട് ഈ ഏരിയയിൽ നിന്ന് തന്നെ റിട്ടേൺ കിട്ടും. അതല്ലാതെ ഇവിടെ നമുക്ക് ഡമ്മി ഡിഫ്യൂസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് മേളിൽ ഇരുന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ത്രോ എല്ലാ ഏരിയയിലേക്കും ഉണ്ട്. ഒരു ഡിഫ്യൂസറിനകത്ത് ഇരുന്ന് 7 feet to 11 feet കവറേജ് ഉണ്ട്. അപ്പം സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഏരിയയിൽ ഒരു പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് കിട്ടിയാൽ, അത് GIയിലല്ലാതെ നമുക്കൊരു കോൺക്രീറ്റിൽ തന്നെ ഒരു സ്ട്രക്ചർ കിട്ടിയാൽ മെഷീൻ അവിടെ ഹാങ് ചെയ്യും. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സർവീസ് ചെയ്യുകയും, അതേപോലെ ഈ ത്രോ വന്നിട്ട് സീലിംഗിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഈ ഹോട്ട് എയറിൻ്റെ പ്രസൻസ് പൂർണ്ണമായിട്ട് ഇല്ലാതാവും. രണ്ടാമത് ഈ ഡക്റ്റിൻ്റെ ഡിസൈൻ മുഴുവനും ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റ് വരെ 350 CFM മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരിക്കലും ഒരു കൂളിങ്ങിന് ഒരു ഇഷ്യൂ വരത്തുമില്ല, വളരെ എക്കണോമിക്കലും ആയിരിക്കും. ഓക്കെ സാർ, താങ്ക് യു.